ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കാരം നടന്നത്. വിവിധ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ശേഷമാണ് സംസ്കാരം നടക്കുന്നത്. ജോഷിലയുണ്ട്. ജോഷില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ അന്ത്യനിദ്രയിലേക്ക് 8 പേർ പോകുന്ന വളരെ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് ആ മണ്ണ് കടന്നു പോകുന്നത്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഷമ്മി, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ലാതെ ഒറ്റക്കെട്ടായി ഒരു ജനത മുഴുവൻ ഈ ഒരു ചടങ്ങിൽ പോലും പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതിയോ മതമോ ഭാഷയോ ഒന്നും തന്നെ പ്രശ്നമല്ല. ആ മലയിൽ ചൂരൽമലയിലടക്കം താമസിച്ചിരുന്ന ജനങ്ങൾ അവരുടെ നിഷ്കളങ്കമായ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃക അത് ഈ അവസാന നിമിഷം പോലും ഈ 8 മൃതശരീരങ്ങൾ സംസ്കരിക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒറ്റക്കെട്ടായി ഒരു ജനത മുഴുവൻ ഒന്നിക്കുന്നു, ഒരുമിച്ച് കുഴിമാടം എടുക്കുന്നു, ഒരുമിച്ച് സർവമത പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നു. ഒരേപോലെ മറ്റൊരു പ്രശ്നങ്ങളുമില്ലാതെ ആ പ്രാർത്ഥനകളിലൊക്കെ തന്നെ അവർ മുഴുകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുന്നു, മന്ത്രിമാർ പങ്കെടുക്കുന്നു. അതിനുശേഷം ഓരോ ശവശരീരങ്ങളായി മൃതദേഹങ്ങളായി കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിനൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരുമ അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. നമുക്ക് കാണാൻ സാധിക്കും മന്ത്രിമാരായ AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ K രാജൻ, MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള എല്ലാ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അവസാനം അവർക്ക് അന്ത്യയാത്ര നൽകുകയാണ്. ആരാണെന്നോ എന്താണെന്നോ തിരിച്ചറിയാനാവാത്ത മൃതശരീരങ്ങൾ, അവർ തങ്ങളുടെ ബന്ധുക്കളാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവർ, അവരെല്ലാം കൂടി ഒറ്റ മനസ്സായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദുരന്തഭൂമിയായ പുത്തൂർ മലയുടെ താഴ്വാരങ്ങളിൽ ഇനി അവർ അന്തിയുറങ്ങും. അപ്പോൾ പോലും ആ ഒരു മലയിൽ കുഴിമാടങ്ങൾ എടുക്കാൻ പോലും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന സന്നദ്ധ പ്രവർത്തകർ, അവരെ നാട് വണങ്ങുക തന്നെ വേണം. അത്രയേറെ സാഹചര്യങ്ങളിലൂടെയാണ് ഈ സന്നദ്ധ പ്രവർത്തകരടക്കം കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. മന്ത്രിമാരടക്കം, അതുപോലെ തന്നെ ഔദ്യോഗികമായ ആളുകളടക്കം, ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 6 ദിവസമായി കൈമെയ് മറന്ന് ഒരു ജനതയെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അതിന്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. രക്ഷാദൗത്യത്തിന്റെ കാര്യത്തിലായാലും അതിനുശേഷം നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങളായാലും ക്യാമ്പുകളായാലും അതുപോലെ തന്നെ മൃതദേഹം തിരിച്ചറിയാനുള്ള സാഹചര്യമായാലും ഒക്കെ തന്നെ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ്, ആശങ്കകളുടെയും ഏറ്റവും വിഷമമേറിയ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആ നിമിഷങ്ങളൊക്കെ തന്നെ അതിന്റെ ഏറ്റവും പര്യവസാനം എന്ന് പറയാനുള്ളത് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ, ഒരു കൂട്ടം മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലും അവർക്ക് മൃതദേഹത്തിന് പോലും ലഭിക്കേണ്ടുന്ന ആദരവ് എന്ന് പറയുന്നത്, ആ ആദരവ് അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ രൂപത്തിൽ, ഒരു കൂട്ടായ്മയുടെ രൂപത്തിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 8 മൃതശരീരങ്ങളാണ് ഇന്ന് പുത്തുമലയുടെ താഴ്വാരത്തിൽ അന്തിയുറങ്ങാനായി എത്തിയത്. ആ സമയത്ത് പോലും ഇവിടെ കൂടി നിന്ന ജനങ്ങൾ അത്രയും അച്ചടക്കത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സൗമ്യതയോടുകൂടിയും അവരുടെ ബന്ധുക്കളെ അടക്കം പരിചരിക്കുകയും ആ മൃതദേഹങ്ങളെ കുഴിമാടത്തിലേക്ക് എടുക്കുകയും ചെയ്യുന്ന കാഴ്ച, അത് ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇനി അടുത്ത ജീവിതം അവർക്ക് എങ്ങനെ നൽകും എന്നുള്ള, നമ്മൾ കൂടെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് കൂടിയാണ് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഇന്ന് രാവിലെ പോലും കുട്ടികളുടെ മാനസികാരോഗ്യം പോലും മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൗൺസിലേഴ്സ് പോലും നൽകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഈ ഒരു നിമിഷത്തെ എങ്ങനെ നേരിടാനാകുമെന്ന് ബന്ധുക്കളെ പഠിപ്പിക്കുന്നു. ആ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അവർക്കൊക്കെ തന്നെ ഈ ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു പക്ഷേ വയനാടിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് വേണം പറയാൻ. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ.
ഇനി 3 മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ കുഴിമാടത്തിലേക്ക് എടുക്കാൻ ബാക്കിയുള്ളത്. 5 മൃതദേഹങ്ങളുടെ സംസ്കാരം നടന്നു കഴിഞ്ഞു. ആ സംസ്കാര സമയത്ത് പോലും ഒറ്റക്കെട്ടായി പല ജാതി മതത്തിൽപ്പെട്ടവർ എല്ലാം തന്നെ ഒറ്റക്കെട്ടായി മൃതദേഹം കൊണ്ടുപോകുന്നു. അവിടെ ത്തിലേക്ക് എടുക്കുന്നു. PP കിറ്റുകൾ അണിഞ്ഞ ഒരുപാട് പേർ കുഴിമാടത്തിലേക്ക് ഇറങ്ങുന്നു. മൃതദേഹം താങ്ങിക്കൊടുക്കുന്നു, അത് താഴ്ത്തി വെക്കുന്നു. അത്രയും ആദരവോടുകൂടി എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ സർവമത പ്രാർത്ഥനയിൽ പോലും എല്ലാവരും ഒറ്റക്കെട്ടായി പങ്കാളികളാവുന്നു. ഇതിനി ഭാവിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരു മാനസിക പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിൽ അത്രയേറെ കെയർഫുള്ളായി എന്ന് വേണം പറയാൻ. അങ്ങനെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. DNA പരിശോധന അടക്കം നടത്തി. DNA പരിശോധന നടത്താനുള്ള സാഹചര്യം ഒരുക്കി. അതിൽ ഓരോ കുഴിമാടത്തിനും ഓരോ നമ്പറുകൾ നൽകി. ആ നമ്പറുകൾ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതൊക്കെ തന്നെ പരിശോധിക്കാവുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ കുഴിമാടം പോലും സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവരുടെ മരണപ്പെട്ടവരുടെ ആഭരണങ്ങൾ പോലും ഫോട്ടോ എടുത്ത് ആൽബമാക്കി സൂക്ഷിക്കുക, അതുപോലെ തന്നെ DNA പരിശോധനയ്ക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കുക, ഇതൊക്കെ തന്നെ പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഒരുക്കിക്കൊണ്ട് ആണ് മൃതദേഹം ഇങ്ങനെ ഒരുമിച്ച് ഒരു ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള തീരുമാനം എടുത്തത്. ആ തീരുമാനത്തോട് ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി യോജിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ തന്നെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് രക്ഷാദൗത്യം നടക്കുന്നു. അതിനുശേഷം ഇവിടേക്ക് ഇത്രയും രാത്രി കാലങ്ങളിൽ പോലും ഈ ഒരു രാത്രി സമയത്ത് പോലും ആളുകൾ കൂടി ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കാളികളാകുന്നു. വളരെയേറെ വിഷാദാത്മകമായ സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷമ്മി അല്ല, ബിനു ആണ് ജോഷ്ല. അതായത് ഇതിൽ വളരെയധികം ജോഷ്ല പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ജാതിമത ഭേദമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളം ഒന്നടങ്കം അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ. കാരണം അത്രയധികം വൈകാരികമായ നിമിഷങ്ങൾക്കാണ് എല്ലാവരും ഒരേ മനസ്സോടെ ഈ പോകുന്നത് ആരാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ ഉറ്റ ബന്ധുവാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് എല്ലാവരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് യാത്രാമൊഴിയേകുന്ന ഒരു വളരെ വൈകാരികമായ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്രയധികം വൈകാരികത കൈവരുന്നുണ്ട്. ജോഷ്ല, തുടരാം. തീർച്ചയായും ബിനു പറഞ്ഞ ആരെയാണ് തങ്ങൾ കുഴിയിലേക്ക് എടുത്തു വെക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ, എന്നാൽ സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് ആരാവട്ടെ തങ്ങളുടെ തന്നെ ബന്ധുവാണ് എന്ന് കരുതിക്കൊണ്ട് അവരെ യാത്രയാക്കുന്ന അന്ത്യരംഗം അത് ഏറെ വിഷാദാത്മകമായ ഒരു രംഗം തന്നെയാണ്. അത് ഒരുപക്ഷെ കേരളത്തിന് മാത്രമേ ഇങ്ങനെയൊരു യാത്രയയപ്പ് ഇവർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു രാത്രി കിടന്നുറങ്ങിയ ഒരു ജനതയാണ് പ്രകൃതി അതിന്റെ താണ്ഡവമാടിക്കൊണ്ട് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോയത്. എത്ര പേർ മരിച്ചു എന്നോ, എത്ര പേർക്ക് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ ആരൊക്കെ എവിടെയൊക്കെ രക്ഷപ്പെട്ടു എന്നോ പോലും അറിയാതെ ബാക്കിയായവർ ആണ്. അവരെ എങ്ങനെ അവർക്ക് കൈത്താങ്ങായി എങ്ങനെ നിൽക്കും എന്ന് കേരളം ഒരുപാട് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ കേരളം തയ്യാറാവുന്ന ഒരു സമയം കൂടിയാണ്. അവരെ ഇന്നത്തെ ജീവിത നിലവാരത്തിലേക്ക്, എല്ലാവരും ജീവിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇവിടെ ഒറ്റക്കെട്ടായി തങ്ങളുടെ ബന്ധുക്കളെയാണോ സംസ്കരിക്കുന്നത് എന്ന് പോലും അറിയാതെ അവർക്ക് യാത്രാമൊഴി നൽകുന്നു. അവർക്ക് ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ആ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുമ്പോൾ പോലും പിന്നീട് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതൊക്കെ തന്നെ സാധ്യമാവുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്ത യൂണിഫോം അണിഞ്ഞ സന്നദ്ധ പ്രവർത്തകർ അവർ ഒറ്റക്കെട്ടായി കൈകോർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. എല്ലാവരും എല്ലാ കാര്യത്തിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. ഒരു ദുരന്തമുഖത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഉദാത്ത മാതൃകയായി മാറുന്നു. അതേസമയം തന്നെ ഒരു വിഷാദാത്മകമായ ഒരു രംഗത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുന്നു. ഈ സംസ്കാര ചടങ്ങുകൾ അത്രയേറെ വിഷമം നൽകുന്ന സംസ്കാര ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഈ ഒരു ദൃശ്യം കാണുന്നത് ഈ സമയത്ത് മാത്രമായിരിക്കാം. അതായത് കേരളം അഭിമുഖീകരിച്ച ഒരു വലിയ ദുരന്തം, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് മാത്രം ചിന്തിച്ച് മുന്നേറുന്ന ഒരു ജനത, അതിലെ എല്ലാ വശങ്ങളെയും പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനത, അതിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ രക്ഷപ്പെടാനാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു ജനത, അത് പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും എല്ലാ തലമുറയും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാലം, അത് വളരെ ആശ്വാസകരമായ ഒരു കാലം കൂടിയാണ്. ഒരുപക്ഷെ ഇത്ര തീവ്രമായ വേദന കേരളം അനുഭവിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു ഒറ്റക്കെട്ടായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് അധികൃതരായാലും ഭരണാധികാരികളായാലും എല്ലാം യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമയം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നേറുന്ന മന്ത്രിമാർ, അതിന് കൃത്യമായി കാര്യങ്ങൾ കൈമാറുന്ന ഉദ്യോഗസ്ഥർ, അവരെല്ലാം തന്നെ ഓരോ വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും അവസാനമായി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബിനു, ഏറ്റവും വിഷാദാത്മകമായ ഒരു രംഗത്തിലൂടെ തന്നെയാണ് കേരളം ഇപ്പോൾ ഈ പുത്തുമല കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ജോഷ്ല, ഏറെക്കുറെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാം മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 8 മൃതദേഹങ്ങളും തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെയും മൃതശരീരം കൂടി ബാക്കിയുണ്ട്. അതുകൂടി മാത്രമേ കുഴിമാടത്തിലേക്ക് എടുക്കേണ്ടതുള്ളൂ. മറ്റെല്ലാം തന്നെ ഈ ഒരു താഴ്വാരത്തിലെ കുഴിമാടത്തിൽ 7 കുഴിമാടങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് അവസാന ചടങ്ങുകൾ, അതിന് മേലെ മണ്ണിട്ട് മൂടുന്ന അവസാന ചടങ്ങുകൾ നടക്കുകയാണ്. ഇനി ഒരു മൃതദേഹം മാത്രമേ സംസ്കരിക്കാനുള്ളൂ. ആ മൃതദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും. അതുവരെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 4 മണിയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും എല്ലാ നാട്ടുകാരും ഇവിടെ തന്നെ ഈ അവസാന നിമിഷം വരെ ഏകദേശം ഈ ഒരു സമയം വരെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അവർക്ക് അതിൽ ഒരു വൈമനസ്യവും കാണിക്കാനില്ല എന്നുള്ളതാണ്. ഇതിനോടൊപ്പം നിൽക്കുന്നു, ബന്ധുക്കൾക്കൊപ്പം നിൽക്കുന്നു. ആർക്കും ഒരു പ്രശ്നമില്ലാത്ത വിധം ഒരു സംസ്കാര ചടങ്ങ് ജാതി മത ഭേദമില്ലാതെ, ഭാഷാ ഭേദമില്ലാതെ, ഒരു ഭിന്നതകളുമില്ലാതെ ഒരു സംസ്കാര ചടങ്ങിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഏറ്റവും വിഷാദാത്മകമായിട്ടുള്ള ഒരു രംഗത്തിന് കൂടിയാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനു. ജോഷ്ല, ഇനി ഒരു മൃതദേഹം കൂടിയാണ് മറവ് ചെയ്യാൻ ബാക്കിയുള്ളത്. ബാക്കി 7 മൃതദേഹങ്ങളും മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെയാണ് പുത്തുമല കടന്നു പോകുന്നത്. എല്ലാവരും ദുഃഖത്തോടുകൂടി യാത്രാമൊഴിയേകുന്ന അന്ത്യനിദ്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ ഈ 8ാമത്തെ മൃതദേഹം കൂടി മറവ് ചെയ്യും. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോകും. നാളെ മറ്റ് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ, അത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ജോഷ്ല? ബിനു, ഇന്ന് 8 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. നാളെ ഏകദേശം 4 മണിയോടുകൂടി മറ്റെല്ലാ മൃതദേഹങ്ങളും സംസ്കരിക്കും എന്നുള്ളതാണ് നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഏകദേശം 67 മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാനുണ്ട്. അപ്പോൾ നാളെ മറ്റ് മൃതദേഹങ്ങളുടെ, കാരണം ജോഷ്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തിരിച്ചറിയാൻ ഉള്ള ഒരു സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത് മാറ്റം വരുത്തിയത്. കാരണം ഇന്ന് 30ഓളം മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുഴിമാടങ്ങളൊക്കെ നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ 8 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിക്കുന്ന ഒരു ഇതിലേക്ക് പിന്നീട് പോവുകയായിരുന്നു. ഏതായാലും നാളെ മറ്റ് മൃതദേഹങ്ങളുടെ സംസ്കാരം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും. അതിലേക്കൊക്കെ എത്തിച്ചേരും. ഏതായാലും തുടരാം ജോഷ്ല. ഏറ്റവും അവസാനത്തെ മൃതദേഹവും കുഴിമാടത്തിലേക്ക് എടുത്തു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ മൃതദേഹത്തിന്റെ സംസ്കാരം
കൂടി നടക്കാൻ പോവുകയാണ്. അതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 4:30 ഇവിടെ എത്തിച്ചേർന്ന ഓരോ മനുഷ്യനും ഇതിലെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി ഇവിടെയുണ്ട് എന്നുള്ളതാണ്. സർവമത പ്രാർത്ഥനകൾക്കും എല്ലാം തന്നെ അതിൽ ആ സർവമത പ്രാർത്ഥനയിൽ പോലും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ കൃത്യമായി നടന്നു. ഈ മൃതദേഹം കാണാൻ വേണ്ടി വരുന്നവരും അതുപോലെ തന്നെ ഔദ്യോഗികമായ എല്ലാ ചടങ്ങുകളും റീത്ത് സമർപ്പിക്കുന്ന അടക്കമുള്ള എല്ലാ ചടങ്ങുകളും ആ സമയത്ത് നടന്നു എന്നുള്ളതാണ്. അതിലൊക്കെ തന്നെ കൃത്യമായി പങ്കാളികളായി സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തു പോകണമെന്ന ഈ ഒരു ഹാൾ വിട്ട് അല്ലെങ്കിൽ ഈ ഒരു പന്തൽ വിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ള അധികാരികളുടെ നിർദ്ദേശം കൃത്യമായി ഓരോ വളണ്ടിയർമാർ പോലും അനുസരിക്കുന്നു. അതിനുശേഷം PPE കിറ്റ് ധരിച്ച് അതായത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ആളുകൾ കൃത്യമായും ഈ മൃതദേഹങ്ങൾ കുഴികളിലേക്ക് എടുക്കുന്നു. അതിനുശേഷം അവിടെ ഈ മന്ത്രിമാരൊക്കെ തന്നെ നേതൃത്വത്തിൽ മന്ത്രി കെ രാജന്റെയും AK ശശീന്ദ്രന്റെയും MP രാജേഷിന്റെയും അടക്കമുള്ള OR കേളുവിന്റെയും അടക്കമുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി തന്നെ ജനപ്രതിനിധികളടക്കം മറ്റ് ജില്ലാ പഞ്ചായത്തിലെ ആയാലും പഞ്ചായത്തിലെ ആയാലും ജനപ്രതിനിധികളടക്കം പങ്കെടുത്തുകൊണ്ടാണ് സംസ്കാരം നടന്നത് എന്നുള്ളതാണ്. ഈ സംസ്കാരം നടക്കുന്ന ചടങ്ങിൽ പോലും വ്യത്യസ്തമായ യൂണിഫോം അണിഞ്ഞ സന്നദ്ധ പ്രവർത്തകർ PPE കിറ്റുകൾ അണിഞ്ഞ് കുഴിമാടത്തിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഹൃദയഭേദകമായ കാഴ്ച. തങ്ങളുടെ ബന്ധുക്കളെയാണോ സംസ്കരിക്കുന്നത് എന്ന് പോലും അറിയാതെ ഇവർ ഒറ്റക്കെട്ടായി ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച, ഏറ്റവും വേദനാജനകമായ കാഴ്ച. ആരെയാണ് യാത്രയാക്കുന്നത് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലും എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഓരോ മൃതദേഹത്തെയും കുഴിമാടത്തിലേക്ക് എടുക്കുന്ന കാഴ്ച അത് കേരളത്തിന് തന്നെ ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ്. നാളെ ഏകദേശം 4 മണിയോടുകൂടി മറ്റ് മൃതദേഹങ്ങളുടെ അതായത് തിരിച്ചറിയാനാവാത്ത മറ്റ് മൃതദേഹങ്ങളുടെ സംസ്കാരം കൂടി നടക്കും എന്നുള്ളതാണ് നേരത്തെ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൃതദേഹത്തിന്റെ ഓരോ ഭാഗങ്ങളായി ലഭിച്ച മൃതദേഹങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങളടക്കം നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കരിക്കും എന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങളും ഈ നിലയിൽ തന്നെയാണ്. ഇവിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്.